അപ്പൊ ഇന്ന് എല്ലാത്തിനും ബദലായിട്ട് ഇന്ന് റോബോട്ട്സ് ഇറങ്ങി കഴിയാണ്. വളരെ മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ള കഴിവുള്ള റോബോട്ടുകൾ വന്നു കഴിയുന്നു. അപ്പൊ ഇനി നാളെ മനുഷ്യന് സ്ത്രീയായിട്ടൊന്നും കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല. കുടുംബ സംവിധാനങ്ങൾ തകർക്കുകയാണ്, ദൈവിക സംവിധാനങ്ങൾ അവൻ തകർക്കും. അങ്ങനെ നാളെ നമ്മൾ ചിലപ്പോൾ ഇന്ന് ഓൾറെഡി ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇല്ലേ, ഗേ മാരേജ്, ലെസ്ബിയൻ മാരേജ്, ഇതൊക്കെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദൈവത്തിന്റെ ഇതാണ് ഇവന്റെ പ്രബോധനം എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രബോധനം എന്ന് പറയുമ്പോൾ ഈ രണ്ടാമത്തെ മൃഗം വന്നിട്ട് സത്യത്തിന് വിരുദ്ധമായി, ദൈവം പഠിപ്പിച്ചതിന്, യേശുക്രിസ്തു പഠിപ്പിച്ചതിനും ബൈബിൾ പഠിപ്പിച്ചതിനും സഭ പഠിപ്പിച്ചതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കും. അവിടെയാണ് സ്ത്രീയും പുരുഷനുമായിട്ട് വിവാഹം കഴിച്ചത്. ഇനി അത് വേണ്ട, പുരുഷനും നമ്മൾ വിവാഹം കഴിക്കുക, സ്ത്രീ നമ്മൾ കഴിക്കുക. ഇനി വിവാഹത്തിന്റെ ആവശ്യമേ ഇല്ല. ഇനി നിനക്ക് എന്തെങ്കിലും സെക്ഷൽ ആവശ്യമുണ്ടെങ്കിൽ നിനക്കിതാ നല്ല സുന്ദരമുള്ള ഏത് സ്ത്രീയെക്കാളും നിന്നെ സന്തോഷിപ്പിക്കാനും സംതൃപ്തിപ്പെടുത്താൻ കഴിവുള്ള റോബോട്ടുകൾ വരാൻ പോകുമ്പോൾ എന്തിനു നീ ഇതിന്റെയൊക്കെ പുറകെ നടക്കുന്നു ഇല്ലേ? ഇങ്ങനെ മനുഷ്യനെ ഈ ടെക്നോളജിയുടെയും സമ്പത്തിന്റെയും സംവിധാനത്തിന്റെ ഒരു അടിമത്തത്തിലേക്ക് നയിച്ചു. ഇറ്റ് ഈസ് ഓൾറെഡി ദേർ.